കേരളത്തിൽ നിന്നുള്ള രാജ്യസഭ MP റഹീം ബാംഗ്ലൂരിൽ പോയി ഇംഗ്ലീഷ് സംസാരിച്ച് പുലിവാലി പിടിച്ചു. ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് അല്ല എന്നുള്ളതാണ് പരാതി. ചോദ്യം ചോദിച്ച പത്രക്കാരൻ്റെ ഇംഗ്ലീഷും തീരെ മോശമായിരുന്നു. പക്ഷെ അതാർക്കും പ്രശ്നമല്ല. MP-യുടെ ഇംഗ്ലീഷാണ് എല്ലാവരും ചാടിക്കയറി പിടിച്ചത്. രാജ്യസഭ MP എന്ന് പറയുമ്പോൾ രാജ്യസഭ എന്ന് പറയുന്നത് ഉപരിസഭ, നമ്മുടെ പണ്ഡിത സഭയാണെന്നാണ് പറയുക. ശരിക്ക് കലാകാരന്മാരും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെ അലങ്കരിക്കുന്നൊരു സഭയാണത്. അതിൽ ചെറിയ ശതമാനം രാഷ്ട്രീയക്കാർ വരുമ്പോഴും രാഷ്ട്രീയ നിർദ്ദേശത്തോടെ വരുന്നവർ പോലും നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്നുള്ളതാണ് ഒരു അലിഖിതമായ ശൈലിയും നിയമവും. ആ അർത്ഥത്തിൽ റഹീം വിദ്യാസമ്പന്നനാണ്. MA-യും ഡോക്ടറേറ്റും LLB ക്കുള്ള ഒരാളാണെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതിൽ തർക്കമില്ല. ഇംഗ്ലീഷ് അറിയാത്തൊരു കുറവായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കൺഫ്യൂഷനാണ്. ഇംഗ്ലീഷ് അറിയേണ്ടതിൻ്റെ ആവശ്യം, നിങ്ങളിപ്പോൾ നാട്ടിൻപുറത്തൊരു വീട്ടിൽ തൊടിയിലെ പണികളും വീട്ടിലുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരാളാണെങ്കിൽ ആ ആൾക്ക് റോട്ടിലിറങ്ങി നിന്ന് ബസ്സിന് കൈ കാണിക്കാൻ, ബസ് നിർത്താനുള്ള ഭാഷ അറിയണമെന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ പുറത്തിറങ്ങി യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ബസ് നിർത്താനുള്ള ഭാഷ അറിയണം. കൈ നീട്ടി കാണിച്ചാൽ ബസ് നിർത്തും എന്നും അറിയണം നിങ്ങൾക്ക്. അതല്ലെങ്കിൽ നിങ്ങൾ കൈ നീട്ടാതെ തന്നെ എങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ബസ്സുകാരന് മനസ്സിലാവും നിങ്ങൾ ബസ്സിൽ കയറാനുള്ള ആളാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണം. അതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇംഗ്ലീഷ് ഒരു മഹാഭാഷയൊന്നുമല്ല, മ്ലേച്ഛ ഭാഷ എന്നൊക്കെ പറയുമെങ്കിലും മ്ലേച്ഛ ഭാഷയുമല്ല, എന്നാൽ മഹത്തായ വരേണ്യ ഭാഷയുമല്ല. ഇത് യാദൃശ്ചികത. നമ്മുടെ ജീവിതത്തിലെ മൊത്തം സാധനങ്ങൾ യാദൃശ്ചികമാണ്. അത് യാദൃശ്ചികമായിട്ട് ലോകത്ത് ഒരു നല്ല ബന്ധഭാഷയായിട്ട് മാറിയതാണ്. ന്യൂനപക്ഷം വരുന്ന വെള്ളക്കാരനായ ഇംഗ്ലീഷുകാരൻ ലോകം വെട്ടിപ്പിടിക്കാൻ നടന്നപ്പോൾ ലോകത്തെ കുറേ രാജ്യങ്ങൾ അവരുടെ കീഴിലായപ്പോൾ ആ രാജ്യങ്ങളിലൊക്കെ പതുക്കെ ഇംഗ്ലീഷ് ഒരു പ്രചാരമുള്ള ഭാഷയായിട്ട് മാറി എന്നുള്ളതാണ്. നമ്മുടെ സൗകര്യം ഇന്ത്യ പോലത്തെ ഒരു മൾട്ടിലിംഗ്വൽ രാജ്യത്ത്, ബഹുഭാഷകളുള്ള സംസ്ഥാനങ്ങളുള്ള ഒരു രാജ്യത്ത് പലർക്കും പല ഭാഷകളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്തതുകൊണ്ട് കോമൺ ആയ ഒരു ബന്ധഭാഷ ആവശ്യമാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ പുറമേ നിന്നൊരു മധ്യസ്ഥൻ വരുന്ന പോലെയാണ് ഇംഗ്ലീഷ് കിടന്നു വരുന്നത്. ഇപ്പോൾ നമുക്ക് തമിഴിൻ്റെ ഭാഷയുടെ പുച്ഛമാണ്, കന്നഡ പുച്ഛമാണ്, ആന്ധ്ര പുച്ഛമാണ്, ആന്ധ്രക്കാരന് മലയാളം പുച്ഛമാണ്, ഗോസായിയുടെ ഹിന്ദി നമുക്ക് പുച്ഛമാണ്, ആസാമീസ് സംസാരിക്കാൻ നമുക്കറിയില്ല. അപ്പോൾ പല ഭാഷകളും നമുക്ക് സ്വായത്തമാക്കാൻ പ്രയാസമാണ്, താല്പര്യവുമില്ല. അത് നമ്മുടെ തന്നെ സഹോദര ഭാഷയെ അതിന് ചെറിയ പുച്ഛവുമുണ്ട്. ഇംഗ്ലീഷ് ആകുമ്പോൾ ഈ പറഞ്ഞ മൂന്നാമനാണ്, കടന്നു വന്ന മധ്യസ്ഥനാണ്. അപ്പോൾ ആ ഭാഷ പ്രാവീണ്യം നേടിയത് അങ്ങനെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷന് ഏറ്റവും അനായാസമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭാഷകളിലൊന്നും ഇംഗ്ലീഷാണ്. ഹിന്ദിയേക്കാൾ ഒരുപക്ഷെ കൂടുതലെന്ന് പറയാവുന്ന രീതിയിൽ പല സ്ഥലങ്ങളിലും. അപ്പോൾ ആ അർത്ഥത്തിൽ കേരളം വിട്ടു പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരന്, പ്രത്യേകിച്ച് രാജ്യസഭ MP-ക്ക് നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് പ്രാവീണ്യം ഉണ്ടാകണം. അത്യാവശ്യം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കഴിവെങ്കിലും ഉണ്ടാകണം. വളരെ ഫ്ലുവൻ്റ് ആയിട്ടുള്ള ശശി തരൂരിയൻ ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞെങ്കിൽ പോലും ഇംഗ്ലീഷ് അറിയാമെന്നുള്ളത് ആവശ്യത്തിനാണ്. നമ്മുടെ വിഷയം ഇംഗ്ലീഷ് അല്ല, ഭാഷയുമല്ല. ഞാൻ അതിൻ്റെ മറ്റൊരു വശമാണ് നോക്കിക്കാണാൻ ശ്രമിക്കുന്നത്. അതായത് എങ്ങനെയാണ് റഹീമിനെ പോലത്തെ ഒരാൾ ഈ കളിയാക്കലിനോട്, അവഹേളനങ്ങളോട്, വിമർശനങ്ങളോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ഇത് രണ്ട് തരത്തിൽ തന്നെ സമീപിക്കാം. ഒന്ന്, ഒരു പകയോടുകൂടി അയാൾ വിമർശിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ഒരു പക വെച്ച് പുലർത്തി. പക എന്ന് പറയുമ്പോൾ ഗ്രഡ്ജാണ്, ദുരുപദിഷ്ഠിതമായൊരു വികാരമാണ് പക എന്ന് പറയുന്നത്. അത് നമ്മളെ ചെറുതാക്കും, നമ്മളെ നശിപ്പിക്കും. അങ്ങനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞുപിടിച്ച് സോഷ്യൽ മീഡിയ കളിയാക്കിയവരൊക്കെ തെരഞ്ഞുപിടിച്ചും പത്രക്കാരെയൊക്കെ കളിയാക്കും, ഭീഷണിപ്പെടുത്തിയൊക്കെ മുന്നോട്ട് പോകാം. നേരെ മറിച്ച് അദ്ദേഹം ഒരു വൈരാഗ്യത്തിൻ്റെ രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. വൈരാഗ്യം എന്ന് പറയുമ്പോൾ ഒരു റൈവലറിയാണ്, ശരിക്കും ഒരു കോമ്പറ്റീറ്റീവ് റൈവലറിയാണ്. അത് കുറച്ചും കൂടെ കൺസ്ട്രക്റ്റീവാണ്, നിർമ്മാണാത്മകമാണ്. മാത്രമുള്ള ഒരു ചലഞ്ചാണത്. അപ്പോൾ നമുക്കൊരു ചലഞ്ച് പോലെ ഏറ്റെടുക്കാം. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ ശരിക്കും ഞാൻ ഇംഗ്ലീഷ് അറിയേണ്ട ആൾ തന്നെയാണ്. അപ്പോൾ ഞാനത് കുറച്ച് നാൾ കൊണ്ട് സ്വായത്തമാക്കിയേക്കാം, അങ്ങനെ മുന്നോട്ട് പോകാൻ യാതൊരു പ്രയാസമില്ല എന്നുള്ള രീതിയിൽ അതിനെ ഒരു കൺസ്ട്രക്റ്റീവ് ചലഞ്ചാക്കി എടുക്കുകയാണെങ്കിൽ നല്ലതാണ്. എന്തിനും നമുക്ക് പകയും വൈരാഗ്യവുമായിട്ട് മാറി എടുക്കാമല്ലോ. പക്ഷേ റഹീമിൻ്റെ നേതാക്കന്മാരുടെ ഒരു മനോഭാവം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കാണുമ്പോൾ ഇതൊരു വൈരാഗ്യമായിട്ട് ഒരു പകയായിട്ട് കൊണ്ടു കിടക്കാനാണ് പോകുന്നതെന്ന് തോന്നുന്നു. അത് ശരിയല്ല. നിങ്ങളിപ്പോൾ നോക്കൂ, എങ്ങനെയാണ് പകയും വൈരാഗ്യവും വ്യത്യസ്തമാണെന്ന് നോക്കാം. പക ഞാൻ പറഞ്ഞു, ഒരു അധമ വികാരമാണ്, ദുരുപദിഷ്ഠിതമായിട്ടൊരു വികാരമാണ്, ഡിസ്ട്രക്റ്റീവാണ്, വിനാശകരമാണ്, ഒരു ഗുണം ചെയ്യില്ല. അപ്പോൾ നമ്മൾ പറയും നാട്ടുപുറത്ത് തേച്ചു എന്ന് പറയും. അപ്പോൾ പുരുഷനെ സ്ത്രീ പ്രണയത്തിനിടയ്ക്ക് തേച്ചു പറഞ്ഞ് ഉപേക്ഷിച്ച് പോവുക, കൈവിടുക എന്നുള്ളതാണ്.
തേച്ചാൽ എന്താ ചെയ്യുക? സാധാരണ പകയാണ് നിങ്ങൾക്ക് ആദ്യം വരുന്നത്, നേരെ പോയി ആസിഡ് കുപ്പി വാങ്ങുകയാണ് ചെയ്യുക, അല്ലേ? നേരെ ആസിഡ് വാങ്ങി മുഖത്ത് ഒഴിക്കുകയാണ് ചെയ്യുക. നേരിച്ച് വൈരാഗ്യമാണെങ്കിൽ നിങ്ങളത് ചലഞ്ചായി എടുക്കുകയാണ്. ഞാൻ നിൻ്റെ കൂടെ അതിനേക്കാൾ മനോഹരമായൊരു ജീവിതം ഞാൻ നിനക്ക് ജീവിച്ച് കാണിച്ചു തരാമെന്ന് പറയുകയാണ് ചെയ്യുക. അത് ആണ് വ്യത്യാസം പകയും വൈരാഗ്യവും തമ്മിൽ. നമ്മുടെ നാട്ടുപുറങ്ങളിലൊക്കെ പണ്ട് സാമൂഹിക ക്രമങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായിരുന്ന കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ചെറുപ്പക്കാർ, ചില റിബലിയൻ സ്വഭാവമുള്ള ചെറുപ്പക്കാർ, റിബലിയൻ എന്ന് പറയാൻ പറ്റില്ല, വളരെ ആഗ്രഹമുള്ള മിടുക്കന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ വീട്ടിലെ കാരണന്മാരോടോ അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാരോടോ അല്ലെങ്കിൽ നാട്ടിലെ ഗുണ്ടകളോടൊക്കെ ഏറ്റുമുട്ടി തോറ്റ് തുന്നമ്പാടി നാട് വിടേണ്ടി വരാറുണ്ട്. പലപ്പോഴും സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ വന്നുവിട്ട് അമ്മാവന്മാരോടോ അച്ഛനോടോ നാട്ടിലെ പ്രമാണിമാരോടോ ആരുടെങ്കിലുമൊക്കെ വഴക്ക് കൂടി നാട്ടിൽ നിൽക്കാൻ മേലാതെ നിക്കക്കള്ളിയില്ലാതെ ഓടും. ഈ ഓടുന്ന ഓട്ടത്തിൽ അവൻ പോകുക ബോംബെയിലേക്കോ മദ്രാസിലേക്കോ കൽക്കട്ടയിലേക്കോ പോയി പെടുക, അല്ലെങ്കിൽ കൊളംബിലേക്കോ മറ്റ് വിദേശങ്ങളിലേക്ക് പോലും പണ്ട് പോയിരുന്നു. പോകുമ്പോൾ മനസ്സിലുള്ള ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പോയി ഇയാളെ കുത്തിക്കൊല്ലാണ്ട് കത്തി വാങ്ങാനുള്ള പൈസ കിടക്കുന്നതാണ് മാത്രം. എന്നെ ഇവിടുന്ന് ഓടിപ്പിക്കുന്ന ഈ ആളെ, സ്വയം തരാത്ത ഈ മനുഷ്യനെ കുത്തിക്കൊല്ലാണ്ട് കത്തി വാങ്ങാനായിട്ടുള്ള പൈസ പോലും കയ്യിലില്ല. അതായി കഴിഞ്ഞാൽ തിരിച്ചു വേണം ഇയാളെ കുത്തിക്കൊല്ലെന്നാണ്. പക്ഷേ കാലങ്ങൾക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ജോലിയോ ബിസിനസ്സോ ഒക്കെ ചെയ്ത് രക്ഷപ്പെട്ട് 4-5 വർഷം കഴിഞ്ഞൊക്കെ ചിലപ്പോൾ തിരിച്ചു വരാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ നാട്ടിൽ പെട്ടെന്ന് നമ്മൾ ഈ നാടൻ സിനിമകളിലൊക്കെ കാണുന്ന പോലെ പെട്ടെന്ന് ന്യൂസ് വരക്കും, എത്തിയിട്ടുണ്ട്, കുട്ടപ്പൻ തിരിച്ചെത്തിയിട്ടുണ്ട്, തകർത്ത് കളയും എന്ന് അയാളുകാരനാണ് പോയത്, അയാളെ നോക്കി വെച്ചിട്ടാണ് പോയത്, കത്തി വാങ്ങി വന്ന് കുത്തിക്കൊല്ലുന്നതാണ് പറഞ്ഞിട്ടുള്ള, കത്തിയുമായിട്ടാണ് വരവ് എന്ന് പറഞ്ഞിട്ട് ജനം കൂടെ കൂടും. പക്ഷേ നമ്മളുടെയൊക്കെ പ്രതീക്ഷകളെ തകർക്കുന്ന രീതിയിൽ ഇദ്ദേഹം നേരെ പോവുക ഈ പറഞ്ഞ ആളുടെ കാൽക്കൽ വീടാനായിരിക്കും. കാരണം എന്താണെന്ന് അറിയുമോ? ഈ ആളാണ് ഈ ഉപദ്രവിച്ച ദ്രോഹിച്ച നാട്ടിൽ നിന്ന് ഓടിക്കാൻ കാരണമായ ഈ കാരണബോധനാണ് ഇദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴികാട്ടി കൊടുത്തത്, ചലഞ്ച് ഉണ്ടാക്കി കൊടുത്ത്, ജീവിതത്തിൽ എന്തെങ്കിലും ആകണം നേടണം എന്നുള്ള ചലഞ്ച് ഉണ്ടാക്കി കൊടുത്തത് ഇദ്ദേഹമാണ്. അപ്പോൾ ആലോചിക്ക് മനസ്സിലാവും ഇയാളില്ലെങ്കിൽ ഞാൻ അവിടെ എത്തുമായിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു സംതൃപ്തിയിലും ആ ഒരു ഗ്രാറ്റിഫിക്കേഷനും തിരിച്ചു വന്നിട്ട് നേരെ പോവുക, ഇയാളെ കാണാനും കെട്ടിപ്പിടിക്കാനും കാൽക്കൽ വീഴാനും നന്ദി പറയാനുമായിരിക്കും. അതാണ് സാമാന്യ ബോധമുള്ള മനുഷ്യർ ചെയ്യുക, പക വെച്ച് പുലർത്താതെ. അത് പകയായി വളർത്തിക്കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ കത്തി വാങ്ങി കുത്തിക്കൊല്ലുമായിരുന്നു, ജയിലിലാകുമായിരുന്നു. ഡിസ്ട്രക്റ്റീവാണ്, വിനാശകരമായ ഒരു മനോഭാവമാണത്. നേരെ മറിച്ച് അവർ ചെയ്യുന്നത്, ഞങ്ങൾ വഴികാട്ടിയായ ഈ മനുഷ്യനെ ഞാൻ ബഹുമാനിക്കുന്നു, ഇയാൾ കാരണമാണെന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പകയൊന്നും ഉണ്ടായെന്ന് വരില്ല. ഈ ചെയ്യുന്ന കാലത്ത് ഉപദ്രവിക്കുന്ന കാലത്തൊന്നും നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടാവില്ല, ചില സാന്ദർഭികമായ ആകസ്മികതയോട് സംഭവിച്ചു പോയതായിരിക്കും. അത് മനസ്സിലാക്കി മനസ്സിൽ പകയില്ലാതെ കേവലമായ വൈരാഗ്യം ഞാൻ പറഞ്ഞു കൺസ്ട്രക്റ്റീവാണ്, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് ഉണ്ടാക്കുന്ന റൈവലറിയാണ്. പക എന്ന് പറയുന്നത് വിനാശകരമാണ്, നമ്മളെ തളരാനും തകരാനും മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ എപ്പോഴും വ്യത്യസ്തമായിട്ട് കാണുക, ഇതിന് വേർതിരിച്ച് കാണാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. പകയും വൈരാഗ്യവും. താങ്ക് യു.